ഞാൻ സി എമ്മിനെ ചെറുതാക്കുന്ന ആളല്ല. സി എം ഒരു നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു സാങ്കേതിക അവസ്ഥയിൽ നിന്ന് പൊങ്ങിപ്പോയി ഒരു കുത്തുബാനിയത്തിൻ്റെ ദർജയിലുള്ള അങ്ങനെ ആളല്ല. ഒരു ഭാഗ്യമാണ് സി എമ്മിൻ്റെ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ സി എം വലിയ ആളല്ലേ? 100% വലിയ ആളാണ്. അതേസമയത്ത് ഈ ആളുകളുമായി കമ്പയർ ചെയ്യാവുന്ന ഒരാളാണോ സി എം? അതല്ല. നമ്മൾ വളരെ ഈ ആളുകൾ ഇത്തിബായിന് പറ്റുന്ന ആളുകളാണ്. സി എമ്മിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇത്തിബായിന് പറ്റൂല, തിരിഞ്ഞില്ല. ഇത്തിബായിന് പറ്റുന്നവർ കമാലിയത്തുള്ളവരാണ്, ഇത്തിബായിന് പറ്റാത്തവരെക്കാൾ. ഇപ്പൊ സി എം ജീവിച്ചിരുന്ന കാലത്ത് വളരെ ചിന്തിക്കണം. നമ്മൾ ഇത്തിബായിന് പറ്റുന്ന സി എമ്മിനെ നമ്മൾ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം. അവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല. പക്ഷെ അവർ ഇത്തിബാ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയാം, ഇപ്പം സി എം നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നറിയല്ല, നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചില്ല എന്ന് പറയല്ല. നീ നിസ്കരിച്ചില്ലെങ്കിലും അതൊരു വിഷയവുമല്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ത് വേറെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അവർക്ക് നിസ്കാരം അവരെ ആക്കലുണ്ടാവില്ല. ആക്കല് അള്ളാഹുവിൽ നിന്ന് മുറിയൂല്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിബാ ചെയ്യുന്ന ആളുകളെയാണ്. മനസ്സിലായോ? ഇത്തിബാ ചെയ്യുന്ന ആളുകളെ പിമ്പറ്റി കയറിയാലേ നമ്മൾ നമ്മളെ സ്ഥാനത്തെത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗ്യം ലോട്ടറി നമുക്ക് അടിക്കണം. തിരിഞ്ഞിട്ടില്ല, ആ ലോട്ടറി അടിക്കൂല. ഉദാഹരണം പറയാം, ഒരാൾ ചക്ക വെട്ടി തള്ളിയിടുന്ന സമയത്ത് മുയൽ പുല്ല് തിന്നുണ്ടായിരുന്നു താഴെ. ചക്ക പ്ലാവ് കയറിയിട്ട് ചക്ക വെട്ടി തള്ളിയിടുന്നതിനിടയിൽ താഴെ പിന്നെ മുയൽ പുല്ല് തിന്നുന്നുണ്ട്, കറുക പുല്ല് തിന്നു മുയൽ. ആ സമയത്താണ് വേറെ ആൾ മേലെ കയറി പ്ലാവിൻ്റെ മേലെ കയറിയിട്ട് ചക്ക വെട്ടുന്നത്. അപ്പൊ ചക്ക വെട്ടി തള്ളിയിട്ടതിനിടയിൽ നേരെ ചക്ക വീണത് മുയലിന്റെ കാലുമക്ക അല്ലെങ്കിൽ വാലുമക്ക. അപ്പൊ മുയലിന് പിന്നെ പായാൻ വയ്യ. ഇയാൾ താഴത്തിറങ്ങി മുയലിനെ ബിസ്മിൻ ചൊല്ലി അർത്തു. നമുക്ക് പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഇയാൾക്ക് എന്തോ കിട്ടി? ചക്ക കിട്ടി, മുയല് കിട്ടി. മുയല് പെടുകയായിരുന്നു. അതിനിടയിൽ അതിനെ ഹലാലാക്കി ബിസ്മിൻ ചൊല്ലി അർത്തു. മുയൽ കിട്ടുക വലിയ കിട്ടലാണ്, ചെറിയ കിട്ടലെന്നല്ല, വലിയ കിട്ടൽ. ആ ഭാഗ്യം മുയൽ കിട്ടാണ്. അതും നമ്മളെ ഫാമിലെ മുയലല്ല, കാട്ടുമുയലല്ല.